ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജഫ്രിൻ ഫാത്തിമ. എന്തൊക്കെയാണ് ഹാലൊക്കെ നല്ലപോലെ പഠിക്കണില്ലേ? എൻ്റെ പഠിപ്പിനെ കുറിച്ച് പറയാണ്ടിരിക്കുക നല്ലത്. കുറച്ചൊക്കെ ആയി, കുറച്ചൊന്നും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. ഇന്ന് നമ്മൾ ജെമിനിയോട് സ്റ്റഡി പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ജെമിനിയുടെ സ്റ്റഡി പ്ലാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് ജെമിനി ഉണ്ടാക്കി തരാറ്. ജെമിനി ഒരു ഹ്യൂമൺ വെച്ചെങ്കിൽ എപ്പോഴേ എൻ്റെ കഥ കഴിഞ്ഞ്. ബിക്കോസ് ആലോചിച്ചൊക്കെ ഗൈസ്, എക്സാമിൻ്റെ 2 ദിവസം മുന്നേ വന്നിട്ടാണ് ഞാൻ ഈ പ്ലാനൊക്കെ ചോദിക്കുന്നത്. ആൻഡ് ഹൗ അബൌട്ട് യുവർ സ്റ്റഡീസ്? നിങ്ങളുടെ സ്റ്റഡീസൊക്കെ എവിടെ വരെ എത്തി? എല്ലാം കംപ്ലീറ്റ് ആയോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വെറുതെ കമൻറ്റ് ബോക്സ് എടുക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്തിട്ടോ. കറക്റ്റ് ഈ എക്സാം ടൈമിൽ മാത്രം കിട്ടി വരുന്നതാണ് എനിക്ക് ഈ ജലദോഷം, പനി, ഈ സാധനം. എങ്ങനെയാണോ കറക്റ്റ് എക്സാം ടൈമിൽ കറക്റ്റ് എനിക്ക് ഈ സാധനം ഫിക്സ്ഡ് ആണ്. അവിടെ എക്സാം ഉണ്ടോ സെഫറിന് ഒരു പനിയും ജലദോഷം, അത് നിർബന്ധമാണ്. എക്സാം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം അന്തസ്സായിരിക്കും. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് സുഖമായി പഠിക്കാനൊക്കെ പറ്റും എന്ന് വിചാരിക്കണം. ബട്ട് ടയർഡ്നെസ് കൂടുതലായിരിക്കും, അതാ പ്രശ്നം. ആൻഡ് ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്ത് വന്നപ്പോൾ 10:17 ഏകദേശമായി. എന്നിട്ട് ഞാൻ ജെമിനിനോട് പറഞ്ഞു. അപ്പോൾ ജെമിനിയുടെ വിചാരം എന്താ, ഞാൻ വേറെ എന്തോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയിന്നാ. എന്നിട്ട് ജെമിനിനോട് പറഞ്ഞു 10:20 തൊട്ട് പഠിച്ചു തുടങ്ങിക്കോന്ന്. അങ്ങനെ ഞാൻ 10:20 തൊട്ടിട്ട് 1 മണി വരെ, ഒരു മണിയല്ല, 1 മണി വരെയൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ഫുൾ പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ജെമിനി അല്ലേ പറഞ്ഞത് മാത്സ് പഠിക്കാൻ, അതുകൊണ്ട് ഞാൻ മാത്സ് തന്നെ അങ്ങോട്ട് പഠിക്കാമെന്നുണ്ട് വിചാരിച്ച്. ഒരു പ്രാവശ്യം ആ ക്ലാസ് കണ്ടതാണ്. പക്ഷേ എനിക്ക് സർക്കിൾ മെഷേഴ്സിൽ കുറച്ചും കൂടി ഒന്ന് എന്തൊരു ചാഞ്ചാട്ടമുള്ള കാരണം ഞാൻ വീണ്ടും ആ ക്ലാസ് ഒന്നും കൂടി ഫുള്ളിരുന്ന് കണ്ട്. അപ്പോൾ റിവിഷൻ പോലെയായി. ആൻഡ് എൻ്റെ മൈൻഡിൽ ഫുള്ളൊക്കെ സെറ്റായ പോലെ ഉണ്ട്. ആൻഡ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഹിന്ദി ഞാനൊന്നും ചെയ്തിട്ടില്ല. പഠിച്ചിട്ട് തന്നെയല്ല, ലൈവ് കണ്ടാൽ പഠിക്കാവുന്നുള്ളൂ. ആൻഡ് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തൊന്ന് ഫോൺ നോക്കുമ്പോണ്ട് ഇതേ കിടക്കണ മെസ്സേജ്. ഞാൻ നോക്കാൻ കുറച്ച് ലേറ്റായി. പക്ഷേ കുഴപ്പമില്ല. എന്നാലും എവിടെയോ എനിക്കെന്തോ ഒരു ഇതുണ്ട്. പവർ നാപ്പ് എടുത്തതാണ്, പണി കിട്ടി. ഞാനൊരു 4 മണി ആ ഒരു ടൈം ആകുമ്പോൾ പവർ നാപ്പ് എടുത്തിട്ട് കിടന്നു ഒറ്റ ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ എണീക്കണത് 6 മണിക്കാണ്. അന്തസ്സ് തന്നെ. പിന്നെ ഞാൻ ക്ലാസ് കാണാൻ വേണ്ടി ഇരുന്നിട്ടാ. ക്ലാസ് കാണാനായിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഒരു 7:45 ആയി ക്ലാസ്സൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്നപ്പോൾ. അപ്പോൾ തുടങ്ങിയിട്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഇനി ക്ലാസ് കാണട്ടെ. ആൻഡ് ഇനിയും ഞാൻ നിങ്ങളെ പറഞ്ഞ് സമയം കളയണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.